നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം ഇന്നത്തെ തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റവരുടെ എണ്ണം 85ആയി. പനിയും വയറിളക്കവും ഛർദിയും മറ്റ് അസ്വസ്ഥതകളുമായി വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. പുത്തഞ്ചിറയിൽ യുവാവിനെ കിണറ്റിൽ വീണു മരിച്ച നിലയിൽ കണ്ടെത്തി. കുന്നത്തേരി പൂത്തോളിപ്പറമ്പിൽ കുട്ടൻ മകൻ 24 വയസ്സുള്ള അമലാണ് മരിച്ചത്. പാലപ്പിള്ളി മേഖലയിൽ പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ തോട്ടങ്ങളിൽ അലഞ്ഞു നടക്കുന്ന പശുക്കൾ കൂട്ടത്തോടെ ഇഞ്ചക്കുണ്ട് പ്രദേശത്ത് ചേക്കേറിയത് കർഷകർക്ക് ദുരിതമാകുന്നു. 50ലേറെ പശുക്കളാണ് ജനവാസ മേഖലയിൽ എത്തിയത്. വാർത്തകൾ വിശദമായി. പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റവരുടെ എണ്ണം 85ആയി. പനിയും വയറിളക്കവും ഛർദിയും മറ്റ് അസ്വസ്ഥതകളുമായി കുട്ടികൾ അടക്കമുള്ളവരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ശനിയാഴ്ച രാത്രി 8:30യോടെ പെരിഞ്ഞനം സെന്ററിന് വടക്ക് ഭാഗത്ത് പ്രവർത്തിക്കുന്ന സെയിന്റ് ഹോട്ടലിൽ നിന്നും അൽഫാം കുഴിമന്തി അടക്കമുള്ള ഭക്ഷണം വാങ്ങിക്കഴിച്ചവരാണ് ആശുപത്രിയിൽ ഉള്ളത്. കൂടുതൽ പേരും പാഴ്സൽ വാങ്ങി കൊണ്ടുപോയവരാണെന്ന് പറയുന്നു. ഭക്ഷണം കഴിച്ച് അർദ്ധരാത്രിയോടെ അസ്വസ്ഥത പ്രകടിപ്പിച്ചവരാണ് പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രം, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, പുതിയകാവ്, വലപ്പാട് എന്നിവിടങ്ങളിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. കുട്ടികളടക്കം പലരും ആശുപത്രികളിൽ ചികിത്സയിലാണ്. സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പും ഫുഡ് ആൻഡ് സേഫ്റ്റിയും ഹോട്ടലിൽ പരിശോധന നടത്തി. കുഴിമന്തിയോടൊപ്പം നൽകിയ മയോണൈസാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പുത്തൻചിറയിൽ യുവാവിനെ കിണറ്റിൽ വീണു മരിച്ച നിലയിൽ കണ്ടെത്തി. കുന്നത്തേരി പൂത്തോളിപ്പറമ്പിൽ കുട്ടൻ മകൻ 24 വയസ്സുള്ള അമലാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് മുതലാണ് അമലിനെ കാണാതായത്. ഇന്ന് പുലർച്ചെയായിട്ടും എത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകാനിരിക്കുകയായിരുന്നു. രാവിലെ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം വീട്ടിലെ കിണറ്റിൽ കണ്ടെത്തിയത്. മാള ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്തു. പോലീസ് എത്തി നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പാലപ്പിള്ളി മേഖലയിൽ പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ തോട്ടങ്ങളിൽ അലഞ്ഞു നടക്കുന്ന പശുക്കൾ കൂട്ടത്തോടെ ഇഞ്ചക്കുണ്ട് പ്രദേശത്ത് ചേക്കേറിയത് കർഷകർക്ക് ദുരിതമാകുന്നു. 50ലേറെ പശുക്കളാണ് ജനവാസ മേഖലയിൽ എത്തിയത്. പ്രദേശത്തെ പറമ്പുകളിൽ കൂട്ടത്തോടെ എത്തി പശുക്കൾ കൃഷി നശിപ്പിക്കുകയാണെന്ന് കർഷകർ പറയുന്നു. വാഴയും പച്ചക്കറിയും ഒന്നാകെ നശിപ്പിക്കുന്ന അവസ്ഥയായതോടെ കർഷകർ ഇവയെ തുരത്താൻ പാടുപെടുകയാണ്. 2 ആഴ്ച മുൻപാണ് പശുക്കൾ ഇഞ്ചക്കുണ്ട് പ്രദേശത്ത് എത്തിയത്. 3 കിലോമീറ്റർ മാറിയുള്ള മുപ്ലി എസ്റ്റേറ്റുകളിൽ അലഞ്ഞു നടന്ന പശുക്കളാണ് ഇവിടെ എത്തിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പാലപ്പിള്ളി കാരിക്കുളം മേഖലയിൽ കഴിഞ്ഞ ആഴ്ചകളിൽ പുലിയിറങ്ങി പശുക്കളെ കൊന്നിരുന്നു. പുലിയുടെ ആക്രമണം പതിവായതോടെയാകാം പശുക്കൾ കൂട്ടമായി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എത്തുന്നതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. കാർഷിക മേഖലയായ ഇഞ്ചക്കുണ്ടിൽ തോട്ടപ്പശുക്കൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചതോടെ ഏറെ നഷ്ടമാണ് കർഷകർ നേരിടുന്നത്. കാടിറങ്ങിയ പശുക്കളെ പിടികൂടാൻ പുലി എത്തുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. അധികൃതർ ഇടപെട്ട് പശുക്കളെ തിരികെ വനമേഖലയിലേക്ക് കയറ്റിവിടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. SNDP യോഗം കൊടുങ്ങല്ലൂർ യൂണിയൻ പുതിയ പ്രവർത്തനങ്ങൾക്കായി ശാഖകളെ മേഖലകളായി തിരിച്ചു നടത്തുന്ന നേതൃസംഗമത്തിന്റെ ഭാഗമായി വടക്കൻ മേഖല ശാഖാതല നേതൃസംഗമം നടന്നു. 3ാമതായി നടന്ന മേഖലാ നേതൃസംഗമം യോഗം കൗൺസിലറും യൂണിയൻ കൺവീനറുമായ PK പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ചെയർമാൻ PK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം ബേബിറാം മുഖ്യപ്രഭാഷണം നടത്തി. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ MK തിലകൻ, ദിൽഷൻ കോട്ടേക്കാട്ട്, KD വിക്രമാദിത്യൻ, ദിനിൽ മാധവ്, വനിതാ സംഘം നേതാക്കളായ ജോളി ദിൽഷൻ, അല്ലി പ്രദീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു. PD ശങ്കരനാരായണൻ, MV സുധൻ, KP സുരേഷ് കുമാർ, MK മോഹൻദാസ്, KB സത്യൻ, PB മോഹനൻ, ഹർഷൻ A രാശേരി, തിലങ്ക ഗോപിനാഥൻ, പ്രകാശൻ, റീത രാധാകൃഷ്ണൻ, ഹരിദാസ്, AD രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. എറിയാട് അഴീക്കോട് തീരദേശ ഹൈവേ അലൈൻമെന്റ് മാറ്റി സ്ഥാപിക്കണമെന്ന് കർഷക കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സജീവൻ മണ്ണാംതിണ്ടി ആവശ്യപ്പെട്ടു. 41ാം ദിവസത്തെ അനിശ്ചിതകാല സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സജീവൻ.
തീരദേശ ഹൈവേ അലൈൻമെന്റ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തു നിന്ന് മാറ്റി കടൽ തീരത്തുകൂടി നിശ്ചയിച്ചാൽ ഓഖി പ്രതിഭാസത്തിനു ശേഷം കടൽ തീരത്തുണ്ടാവുന്ന വെള്ളക്കയറ്റം തടയുവാനും CRZ പരിധിയിൽ നിന്നും ഒട്ടേറെ കുടുംബങ്ങൾ ഒഴിവാവുകയും മത്സ്യകൃഷി, വിനോദസഞ്ചാര വികസന അടക്കമുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നിമിത്തമാകും. സംയുക്ത സമരസമിതി പ്രസിഡന്റ് AA മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് B മൊയ്തു, പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി ലീഡർ PK മുഹമ്മദ്, KS രാജീവ്, ജോസ്മി ടൈറ്റസ്, നസീമ സിദ്ദിഖ്, EK ദാസൻ, ഷംസുദ്ദീൻ KB, അബ്ദുൽ കരീം, KM ഷൗക്കത്ത്, സിദ്ദിഖ് പഴങ്ങാടൻ, KK സക്കീർ ഹുസൈൻ, അയ്യാരിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുത്തഞ്ചിറ മേഴ്സി വിങ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് 1ാം വാർഷികം ആഘോഷിച്ചു. മണ്ണാർക്കാട് അഡീഷണൽ ജില്ലാ ജഡ്ജ് ജോമോൻ ജോൺ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ പറഞ്ഞതിൽ നിന്നും ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, കഴിഞ്ഞ ഒരു വർഷമായി ഈ മേഖലയിലെ പുത്തഞ്ചിറ മേഖലയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ആളുകളുടെ കൂടെ ഹൃദയം ചേർത്ത് വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഈ മേഴ്സി വിങ്സ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാനവിടെ ഈ റിപ്പോർട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, ഞാൻ പണ്ട് വായിച്ച ഒരു പുസ്തകത്തിലെ ഒരു വാചകമാണ്. മാർ പൗലോസ് എന്ന് പറഞ്ഞ ഒരു മെത്രാപ്പൊലീത്തനാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, നിശബ്ദരായിരിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ജിജോ അരിക്കാടൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ VN രാജേഷ്, ഡോക്ടർ സിജോ വർഗീസ്, MJ നിജോ, മുകുന്ദൻ ചെറാട്ട, MA അബ്ദുൾ ഷുക്കൂർ, ജോർജ് മഞ്ഞളി എന്നിവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി റിട്ടയർഡ് സീനിയർ നഴ്സിംഗ് ഓഫീസർ ലിൻസി പീറ്ററെ ചടങ്ങിൽ ആദരിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റവരുടെ എണ്ണം 85ആയി. പനിയും വയറിളക്കവും ഛർദിയും മറ്റ് അസ്വസ്ഥതകളുമായി വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. പുത്തഞ്ചിറയിൽ യുവാവിനെ കിണറ്റിൽ വീണു മരിച്ച നിലയിൽ കണ്ടെത്തി. കുന്നത്തേരി പൂത്തോളിപ്പറമ്പിൽ കുട്ടൻ മകൻ 24 വയസ്സുള്ള അമലാണ് മരിച്ചത്. പാലപ്പിള്ളി മേഖലയിൽ പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ തോട്ടങ്ങളിൽ അലഞ്ഞു നടക്കുന്ന പശുക്കൾ കൂട്ടത്തോടെ ഇഞ്ചക്കുണ്ട് പ്രദേശത്ത് ചേക്കേറിയത് കർഷകർക്ക് ദുരിതമാകുന്നു. 50ലേറെ പശുക്കളാണ് ജനവാസ മേഖലയിൽ എത്തിയത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.